ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഫുള്ളായിട്ട് കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് ബൊഹോ ഡെക്കോറാണ് ഉണ്ടാക്കുന്നത്. സൺഫ്ലവറിൻ്റെ ഒരു ലുക്കിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് കാർഡ്ബോർഡാണ് എടുക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് സർക്കിൾ ഷേപ്പാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സർക്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് അടുത്തത് എടുത്തിട്ടുള്ളത് പുളിക്കുരുവാണ്. ഞാനിവിടെ കുറേ പുളിക്കുരു എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ പുളിക്കുരു ഇല്ലെങ്കിൽ ക്ലേ എടുത്തിട്ട് ഇതേ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാനേ ഉള്ളൂ. ഇവിടെ സെൻറ്ററിൽ സർക്കിൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ആ സെൻറ്ററിൻ്റെ ഫുള്ളായിട്ട് ഞാൻ പുളിക്കുരു സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റിക്ക് ആക്കുമ്പോൾ നല്ല ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ആക്കണം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ അത് പറഞ്ഞു പോകും. വേഗം തന്നെ പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ നോക്കാം. ഒരു ഡെക്കോറിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺ ഹസ്കാണ്. നമ്മുടെ കോണിൻ്റെ മുകളിൽ ഉണ്ടാവില്ലേ അത് ഞാനിവിടെ ഡ്രൈ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഡ്രൈ ആക്കാണ്ട് സ്റ്റിക്ക് ചെയ്യരുത്. കുറച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം അത് കട്ട് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ആക്കുക. എന്നിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. ഞാൻ ഫുള്ളായിട്ട് സ്റ്റിക്കാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഗ്യാപ്പ് വരുന്നുണ്ട്, ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. നല്ല കട്ടിയിൽ ആ ഗ്യാപ്പ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒരു ലെയർ ആക്കിയിട്ട് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്കാക്കിയോണ്ടെന്ന് ആ നൂല് പോലത്തെ സംഭവമെല്ലാം ഒന്ന് റിമൂവ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡെക്കോർ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ പെയിൻറ്റിങ് കൊടുക്കുന്നുണ്ട്. ആ പുളിക്കുരുവിൻ്റെ അതേ കളർ പെയിൻറ്റിങ് തന്നെ പുളിക്കുരുവിന് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അടിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ വാർണിഷ് കൊടുത്താൽ മതി. ഫുഡ് ഐറ്റംസ് വേസ്റ്റായിട്ട് റീയൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ പിന്നെ പ്രാണികൾ അങ്ങനത്തെയെല്ലാം വന്ന് വരാൻ ചാൻസ് ഉണ്ട് പെയിൻറ്റിങ് കൊടുത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് പെയിൻറ്റിങ് കൊടുത്തിട്ടില്ലെങ്കിൽ വാർണിഷ് കൊടുത്താൽ മതി. ഞാനിവിടെ പുളിക്കുരുവിന് ഈ ഒരു കളറും കൊടുക്കുന്നുണ്ട്. പിന്നെ കോണ്ട് അതിന് ഓറഞ്ചും യെല്ലോ മിക്സ് ആക്കിയിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.